നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ടീഷർട്ട് ധരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ധരിച്ചിട്ടില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ തന്ന ടീഷർട്ട് ധരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ദൂരം 5 കിലോമീറ്റർ ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? 15 മുതൽ 30 വരെയും 30-ന് മുകളിലും പ്രായപരിധിയിൽ 2 വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഇവിടെ നടക്കുക. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ റൂട്ട് മാപ്പ് അത് കൃത്യമായി തന്നെ നമ്മൾ പാലിക്കണം. കാരണം റൂട്ട് മാപ്പ് പാലിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ മത്സരം അസാധുവാകും, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അസാധുവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് കൃത്യമായി പാലിക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ അത് എല്ലാവരും തന്നെ ധരിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ റിസ്റ്റ് ബാൻഡ്, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പിങ്ക് ബാൻഡ് 2.5 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രീൻ ബാൻഡ് ലഭിക്കും. അത് രണ്ടും കയ്യിൽ അണിഞ്ഞു വേണം നിങ്ങൾ ഇത് അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇത് എത്തുമ്പോൾ നിങ്ങൾ 2 ബാൻഡുകളും ധരിച്ചിരിക്കണം. ചെസ്റ്റ് നമ്പറും റിസ്റ്റ് ബാൻഡുകളും പുറത്ത് കാണാനാവുന്ന തരത്തിൽ മുഴുവൻ സമയവും കൃത്യമായി ധരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിങ്ക് റിസ്റ്റ് ബാൻഡ് ഇത് തുടങ്ങുമ്പോൾ ധരിക്കുക. 2.5 കിലോമീറ്റർ പിന്നിടുമ്പോൾ കളക്ഷൻ പോയിന്റിൽ നിന്ന് പച്ച റിസ്റ്റ് ബാൻഡ് വാങ്ങി ധരിക്കുക. ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ പിങ്ക് പച്ച റിസ്റ്റ് ബാൻഡുകളും ചെസ്റ്റ് നമ്പറും നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം മത്സരത്തിൽ നിന്ന് നിങ്ങൾ അയോഗ്യരാക്കപ്പെടും. മറ്റൊന്ന്, 2 വിഭാഗങ്ങളിലും വിജയികളാകുന്നവർക്ക് 1, 2, 3 സ്ഥാനങ്ങൾ ട്രോഫിയും മെഡലും നൽകുന്നതാണ്. പിങ്ക് മിഡ് നൈറ്റ് റൺ പൂർത്തിയാക്കുന്നവർ രജിസ്ട്രേഷൻ സമയത്ത് ലഭിക്കുന്ന മെഡൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കൂപ്പൺ നൽകി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലും കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്. എന്തെങ്കിലും തരത്തിൽ വൈദ്യസഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും പിങ്ക് മിഡ് നൈറ്റ് റൺ റൂട്ടിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ ഹൈഡ്രേഷൻ പോയിന്റുകളുണ്ട്. ഈ ഹൈഡ്രേഷൻ പോയിന്റുകളിൽ കുടിവെള്ളമുണ്ടാകും, എനർജി ഡ്രിങ്ക് സേവനം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾ ആ സംവിധാനമൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. രജിസ്ട്രേഷൻ സമയത്ത് ലഭിക്കുന്ന ഫുഡ് കൂപ്പൺ മത്സരം പൂർത്തിയായതിനു ശേഷം ഫുഡ് കൗണ്ടറുകളിൽ നൽകി ഉപയോഗിക്കാം. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ പങ്കെടുക്കുന്നതിന് മുൻപായി രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ എല്ലാവരും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ അച്ചടക്കം പാലിക്കുക, ഒപ്പം തന്നെ വോളണ്ടിയർമാർ നൽകുന്ന ഓരോ നിർദ്ദേശവും വളരെ കൃത്യമായി പാലിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.